നമ്മൾ ഈ ബുള്ളറ്റിൻ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ തെളിവെടുപ്പ് പെട്ടെന്നുണ്ടാകും എന്ന്. ഇന്ന് അഫാനെ പലയിടത്തും എത്തിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറി മറിയുന്നു. ഇന്ന് അഫാൻ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ കുഴഞ്ഞു വീണു. രാവിലെയാണ് കുഴഞ്ഞു വീണത്. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി വി വിനോദ് ഉണ്ട്. വിനോദ്, എപ്പോഴായിരുന്നു ഈ സംഭവം? പോലീസ് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒരു കുഴഞ്ഞു വീഴൽ എന്താണ് അതിന്റെ കാരണമായിട്ട് പറയുന്നത്? ശ്രീജ, ഇന്ന് രാവിലെയാണ് പ്രതി പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ കുഴഞ്ഞു വീണത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനമെന്നാണ് ഡോക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ തെളിവെടുപ്പ് നടത്താനായിരുന്നു തീരുമാനം. പക്ഷേ ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി തെളിവെടുപ്പ് സാധ്യമല്ല. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം തെളിവെടുപ്പ് നടത്താനുള്ള ഒരു ആലോചനയുണ്ട്. അപ്പോഴും ഈ ആരോഗ്യസ്ഥിതി പരിഗണിച്ചായിരിക്കും തുടർ നടപടികൾ. 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ നൽകിയിട്ടുള്ളത്. നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. ഇതിനു മുൻപ് ഈ പാങ്ങോട് കൊലപാതകത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അവിടെ പിതാവിന്റെ അമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് നേരത്തെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ആ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ നൽകുകയും അതിൽ അന്വേഷണ സംഘത്തിന് പ്രതിയെ വിട്ടുകൊടുക്കുകയുമായിരുന്നു. 3 ദിവസത്തേക്കാണ് പ്രതിയെ വിട്ടുകൊടുത്തുകൊണ്ട് നെടുമങ്ങാട് കോടതിയുടെ നടപടി ഉണ്ടായത്. അവിടെ ചുറ്റിക കൊണ്ട് വാപ്പുമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയും അവരുടെ മാല കവരുകയുമായിരുന്നു. തുടർന്ന് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ആ മാല പണയം വെച്ച് പണം വാങ്ങി ആയുധം വാങ്ങിയ കടയുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ തരത്തിൽ പല സ്ഥലങ്ങളിലായി, അതായത് കൊലപാതകം നടന്ന വീട്, ധനകാര്യ സ്ഥാപനം, ആയുധം വാങ്ങിയ കേന്ദ്രം, ഇങ്ങനെ പല സ്ഥലങ്ങളിലായി ATM ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇന്നാണ് പൂർണ്ണതോതിൽ, അതായത് നാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പലയിടങ്ങളിലായി തെളിവെടുപ്പ് പൂർത്തിയാക്കി നാളെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു അന്വേഷണ സംഘം. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോഗ്യസ്ഥിതിയിലെ മാറ്റം കാരണം തെളിവെടുപ്പ് വൈകുകയാണ്. ശ്രീജ, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് രാവിലെയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ സ്റ്റേഷനിലെ ശുചിമുറിയിൽ കുഴഞ്ഞു വീണത്. തെളിവെടുപ്പ് അല്പം വൈകും. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ.